ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചുകുലുക്കി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് കൊടികൾ വാങ്ങിയെന്ന പേരിൽ തട്ടിയെടുത്തത് 3.25 ലക്ഷം രൂപ. കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകിയ കൊടിയുടെ പേരിലാണ് വ്യാജ ബില്ല് ഉപയോഗിച്ച് പണം തട്ടിയത്. തട്ടിപ്പ് നടന്നതായി സ്ഥാപന ഉടമ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇലക്ഷൻ നമ്മൾ കൊടി ബി.ജെ.പി. ഇലക്ഷൻ കൊടി മേടിച്ചിട്ടില്ല. പണ്ട് CPI സമയത്തൊക്കെ നമ്മൾ 5 കൊടി മേടിക്കുമല്ലോ. കൊടി എല്ലാ സ്ഥലത്തും ജില്ലയെന്നാണ് സപ്ലൈ ചെയ്തത്. സപ്ലൈ ചെയ്തത് ആളുകൾക്ക് 300 കൊടി കൊണ്ടു തന്നു. അത് മണ്ഡലത്തിൽ നിന്നാണ് വന്നത്. ഫണ്ട് തട്ടിപ്പിൽ ദേശീയ നേതൃത്വത്തിന് നേരെ പരാതി നൽകിയ കത്ത് പുറത്തു വന്നു. കൂടുതൽ ഒന്നും പറയാനില്ല എന്നും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലേ പ്രതികരിക്കേണ്ട കാര്യമുള്ളൂ എന്നും ബി.ജെ.പി. തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരവന ജയൻ പ്രതികരിച്ചു. അതെ, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, അതിന് അപ്പുറമൊന്നുമില്ല. ഇല്ല, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ വെറുതെ ചുമ്മാ ആവശ്യമില്ലാതെ ആരൊന്നും യാതൊരു അർത്ഥമില്ല. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എല്ലാം കാര്യം പറഞ്ഞു. രാഹിസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം. രാഹിസ്, തട്ടിപ്പ് നടന്നിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല, പാർട്ടി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിശദീകരണം. പക്ഷേ ദേശീയ നേതൃത്വത്തിന് നൽകിയ കത്തടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇല്ലാത്ത തട്ടിപ്പിനെ കുറിച്ചാണോ ദേശീയ നേതൃത്വത്തിന് കത്ത് കിട്ടിയത്? സംസ്ഥാന ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചർച്ച വലിയ തോതിൽ മുന്നോട്ട് പോവുകയാണ്. ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ആ ചർച്ചകൾ പോകുന്നത്. പാർട്ടിയുടെ കൊടിയുടെ പേരിൽ, അടയാളത്തിന്റെ പേരിൽ, ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതിന്റെ പേരിൽ, VVIPകൾക്ക് മുറിയെടുത്തതിന്റെ പേരിലെല്ലാം ചില നേതാക്കൾ പണം തട്ടി എന്നതിന്റെ തെളിവുകൾ പുറത്തു വരികയാണ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ കൊടി വാങ്ങിയതിന്റെ പേരിൽ 3.25 ലക്ഷം രൂപയുടെ ഒരു ബില്ല് സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്ത് പണം വാങ്ങിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതിൽ പറയുന്ന കടയുടമയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ബില്ലിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ കട പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന കടയാണ്, കൊടി വിൽക്കുന്ന കടയല്ല എന്ന് വ്യക്തമായി. മറ്റൊന്ന്, PR ഏജൻസികൾക്ക് പണം നൽകുന്ന കാര്യത്തിലും കോടികളുടെ തട്ടിപ്പ് നടന്നു. ഒട്ടും കാര്യക്ഷമമല്ലാത്ത ഒരു ഏജൻസിക്ക് കോടിക്കണക്കിന് രൂപ നൽകി പകുതി വഴിയിൽ അവരുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നതാണ്. ബി.ജെ.പിയുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി BL സന്തോഷിന് ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ അയച്ച കത്തും പുറത്തു വന്നിട്ടുണ്ട്. രാഹിസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പലചരക്ക് കടയിൽ നിന്ന് കൊടി വാങ്ങിയതും പോരാ, അതിന് 3.25 ലക്ഷം രൂപയുടെ ബില്ലും.